ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം നിനക്ക് ഉണ്ടാകട്ടെ. ഈശോ കാനായിൽ വെച്ചാണല്ലോ വെള്ളം വീഞ്ഞാക്കിയത്. കാനായിൽ തന്നെയുള്ള സംഭവിച്ച മറ്റൊരു അത്ഭുതത്തെക്കുറിച്ച്, ഒരു സൗഖ്യത്തെക്കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. ഒരു രാജസേവകൻ തൻ്റെ പുത്രൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഈശോയുടെ അടുത്തേക്ക് എത്തുക. ഈശോട് പറയുക, നീ വന്ന് അവനൊന്ന് സുഖപ്പെടുത്തണം. വചനം ഇങ്ങനെ പറയുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 50-51 വാക്യങ്ങൾ. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഈശോയോട് ആ രാജസേവകൻ തൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, നീ നിൻ്റെ വീട്ടിലോട്ട് പൊക്കോ, നിൻ്റെ മകൻ സുഖം പ്രാപിക്കും. സൗഖ്യമൊന്നും കൊടുത്തില്ല, പക്ഷേ അവനിലേക്ക് വിശ്വാസത്തിൻ്റെ ഒരു നാമ്പ് ഇട്ടുകൊടുത്തിട്ട് അവനോട് പറയുകയാണ്, നിൻ്റെ വിശ്വാസത്തിനനുസരിച്ച് നീ പോ. ഈ പറഞ്ഞതിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവന് ഉത്തരം കിട്ടി. അവൻ്റെ ഭൃത്യന്മാർ വന്നു, മകനൊക്കെ. ഈ രാജസേവകൻ്റെ സ്ഥലത്ത് നീ ആയിരുന്നെങ്കിലോ, നിൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും സൗഖ്യത്തിന് വേണ്ടി ചോദിക്കുക, ഈശോ പറയാം, നീ പൊക്കോ, സുഖപ്പെട്ടോളൂ, നീ പോവോ, നീ വിശ്വസിക്കുമോ? നീയാ ഉത്തരം പറയണ്ടേ? ഒന്ന് നോക്കണം ജീവിതത്തിലേക്ക്. വിശ്വസിച്ച രാജസേവകൻ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഉത്തരം അനുഭവിച്ചു. നീ ഉത്തരം അനുഭവിക്കും, സൗഖ്യം ദർശിക്കും, വിടുതൽ അനുഭവിക്കും. വിശ്വാസം ഉണരണം. വിശ്വാസം അത്ഭുതങ്ങൾ കൊണ്ടുവരണം. നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചുള്ള കരങ്ങൾ കൂടി. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, ആഴമേറിയ ഒരു വിശ്വാസം, ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തക്കൊരു വിശ്വാസം ഈ വ്യക്തിക്ക് നീ നൽകണമേ. നിന്റെ നാമത്തിൽ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധന